എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ സൗജന്യമായിട്ട് പഠിക്കുന്നതിനായിട്ട് അവസരം. അതിനുള്ള അപേക്ഷ നിലവിൽ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് ജൂലൈ 10-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് JFDകൾ, അതായത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് കൂടാതെ തന്നെ ഫാഷൻ ഡിസൈനിങ് ആയിട്ടുള്ള, അതായത് പ്രൈവറ്റ് സെൻറ്റേഴ്സുകളിലും പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ 2 വിഭാഗങ്ങളിലേക്കും ഈ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ 2 വിഭാഗങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സൗജന്യമായിട്ടാണ് പഠനം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈവറ്റ് ആണെങ്കിൽ അതിൽ വർഷാവർഷം 1500 15,000 രൂപയാണ് വർഷാവർഷം ഫീസ് വരിക. 2 വർഷത്തെ കോഴ്സാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുകയാണെങ്കിൽ സൗജന്യമായിട്ട് ഫീസൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. ആദ്യം തന്നെ www.polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്, അതായത് FDGT അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ് ടെക്നോളജി എന്നാണ് FDGT എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ FDGT അഡ്മിഷൻ 2025-26 എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ 10ാം ക്ലാസ് ജയിക്കുക മാത്രമേ ആവശ്യമുള്ളൂ. അതായത് 10ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടായിരിക്കണമെന്ന് മാത്രമേ ഈ ഒരു കോഴ്സിൻ്റെ നിബന്ധനയായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ആ ഒരു ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേജ് ഇപ്പോൾ ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 1 ടൈം രജിസ്ട്രേഷൻ FDGT എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് രജിസ്ട്രേഷൻ ചെയ്യുക, ഫീ പേയ്മെൻറ്റ് ചെയ്യുക, അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട സ്ഥാപനങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കാകെ ഫീസ് ഇനത്തിൽ വരുന്നത് ഒരു 200 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു എങ്ങനെയാണ്, ഏതൊക്കെ കോളേജുകൾ, അതായത് ഏതൊക്കെ ഒരു JFDകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ ഈ രജിസ്ട്രേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇത് ജൂൺ 21-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ 10-ാം തീയതിയാണ് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റും റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 14-ാം തീയതിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാൻ സാധിക്കുന്നത് ജൂലൈ 17-ാം തീയതി വരെയാണ്. അതായത് 14-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ്. അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 22-ാം തീയതിയാണ്. പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ JFDകളിലും അതുപോലെ തന്നെ FDGTകളിലും നിങ്ങൾക്ക് FDGT എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിലാണ് അങ്ങോട്ടേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ വെക്കുന്നത് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാനുള്ള അവസരം ഈ ഒരു ജൂലൈ 28-ാം തീയതി വരെയും. പിന്നീട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 28-ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പോട്ട് അഡ്മിഷൻ ഈ ഒരു ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 8-ാം തീയതി വരെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പറയാം. ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ FDGT എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ് ടെക്നോളജീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക്, അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു FDGT പ്രൈവറ്റ് അല്ല, അത് വെച്ചാൽ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ് ടെക്നോളജി കോഴ്സാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് പ്രൈവറ്റിലുണ്ട്, ഗവൺമെൻറ്റിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 1 ടൈം രജിസ്ട്രേഷൻ സമയത്ത് അപേക്ഷൻ SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിട്ടുണ്ടായിരിക്കണം. അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ അപേക്ഷേൻ്റേതായിരിക്കണം. അതുപോലെ പ്രവേശന പ്രക്രിയ കഴിയുന്നതുവരെ നിലനിർത്തേണ്ടതുമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ആരുടേതെങ്കിലും ആയാൽ മതി, അത് പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല. അത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കഴിയുന്നതുവരെ ആവശ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 1 ടൈം രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കുമ്പോൾ മൊബൈൽ OTP വെരിഫിക്കേഷന് ശേഷം രജിസ്ട്രേഷൻ ഫീസ് അടക്കുവാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്രകാരം ഫീസ് അടക്കാൻ സാധിക്കാത്തവർക്ക് പിന്നീട് www.polyadmission.org/GIFD എന്ന അഡ്മിഷൻ പോർട്ടൽ ഹോം പേജിലെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് എന്ന ലിങ്ക് വഴി ഫീസ് അടക്കുവാനും നിലവിൽ ഫീസ് അടച്ചതിൻ്റെ സ്ഥിതി പരിശോധിക്കുവാനോ സാധിക്കുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ തുടക്കത്തിൽ ലഭിക്കുന്ന GRN നമ്പർ വളരെ പ്രധാനപ്പെട്ടതും അപേക്ഷ നിർബന്ധമായിട്ടും അത് സൂക്ഷിച്ചു വെക്കേണ്ടതും ആണ്.
അതുപോലെ ഫീ പേയ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും GRN നമ്പർ നിർബന്ധമാകുന്നു. വൺ ടൈം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ അപേക്ഷ സമർപ്പണം, GIFT പ്രവേശനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എല്ലാ GIFT ഓർ FDGTയുടെ സ്ഥാപനങ്ങളിലെ ഹെൽപ്പ് ഡെസ്കുകളിൽ ലഭ്യമാക്കിയിട്ടുള്ള അധ്യാപകരുടെ മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ അഡ്മിഷൻ പോർട്ടലിലെ കോൺടാക്റ്റ് അസ് എന്ന ലിങ്കിൽ ലഭിക്കുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ സംസ്ഥാനത്തെ GIFT FDGT സ്ഥാപനങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷാ സമർപ്പണത്തിന് പ്രത്യേകം ഫീസ് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ GIFT ഓർ FDGT സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാകുന്നു. രജിസ്ട്രേഷൻ ഫീസ് അടച്ച് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് വിവിധ GIFT FDGT സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുശേഷം പ്രൊസീജിയർ ക്ലിക്ക് ചെയ്ത് ബാക്കി സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ബാക്കി സ്റ്റെപ്സ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയില്ലെങ്കിൽ അക്ഷയ വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്റ്റ് അസിൽ ഇവിടെ അത് സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ സെൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു കോൺടാക്റ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് അല്ലാതെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ താഴെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓരോ ജില്ലയിലെയും അതായത് ഈ ഒരു കോൺടാക്റ്റ് ചെയ്യാനുള്ള, അതായത് ഓരോ ജില്ലയിലെയും ഈ ഫാഷൻ ഡിസൈനിങ് സെൻറ്റേഴ്സിൻ്റെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഏതൊക്കെ ആ ഒരു സ്ഥലങ്ങളിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു GIFT സെൻറ്റേഴ്സ് ആൻഡ് പ്രൈവറ്റ് FDGT സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിലാണ് അതിലുള്ളത്, അതായത് മൊബൈലല്ല, ഈ ഒരു മുകളിലായിട്ടുള്ള ഈ ഒരു ഡൗൺലോഡ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ലിസ്റ്റ് ഓഫ് GIFT സെൻറ്റേഴ്സ് ആൻഡ് പ്രൈവറ്റ് GIFT സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഓരോ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ഥാപനങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഏത് സ്ഥലത്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കൊടുത്തിട്ടുള്ളത്, അതായത് ഈ ഒരു ആദ്യത്തെ സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത് അത് ഗവൺമെൻറ് കോളേജുകളാണ്, അത് GIFTകളാണ്, കോളേജല്ല GIFTകളാണ്. അപ്പോൾ ഈ ഒരു GIFTകൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ജില്ലയിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ആ GIFTകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഓരോ GIFTകൾ നിങ്ങളുടെ വീടിനടുത്തുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഒരു ജില്ലയിൽ തന്നെ പല GIFTകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് പ്രൈവറ്റ് FDGT നോക്കാം. FDGT എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി സെൻറ്റേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു FDGT ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കാം. ഇവിടെ ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളാണിത്. അപ്പോൾ ഏതൊക്കെ ജില്ലയിൽ, അല്ല അധിക ജില്ലയിലുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തുള്ളത് എത്ര ഡിവിഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്ര ബാച്ചാണ് ഒരു സമയത്ത് ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ ചില സ്ഥലങ്ങളിൽ 2 ബാച്ചൊക്കെ ഉണ്ട്, അതുപോലെ ചില സ്ഥലത്ത് ഒറ്റ ബാച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ, അതായത് നിങ്ങളുടെ ജില്ലയിൽ ഈ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള എത്ര സെൻറ്റേഴ്സ് ഉണ്ട്, ആ ഒരു സെൻറ്ററിൽ തന്നെ എത്ര ആ ഒരു ഡിവിഷനുകളായിട്ടാണ് സീറ്റ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു ഡിവിഷനിൽ 24 വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ അവിടെ 48 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു GIFTകൾ അതുപോലെ FDGTകൾ എന്ന് പറയുന്നത്. ഇവിടെ FDGT എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത് പ്രൈവറ്റ് ആണ്. അവിടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷം 15,000 രൂപ വെച്ചിട്ട് നിങ്ങൾ ഫീസ് ഇനത്തിൽ അടക്കണം. അതുപോലെ GIFT ആണെങ്കിൽ പ്രത്യേകിച്ച് ഫീസ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ഒരു 1000 രൂപയ്ക്ക് താഴെ വരുന്ന ഫീസ് മാത്രമേ അടക്കേണ്ടതായിട്ട് വരുള്ളൂ. ബാക്കി പ്രത്യേകിച്ച് പിന്നെ ഫീസൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാകും. അതിന് നിങ്ങൾ ഹോം പേജിൽ പോവുക. അതിനുശേഷം പ്രോസ്പെക്ടസ് മലയാളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കുക. കാരണം ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും, ഈ ഒരു കോഴ്സ് എന്താണ്, എന്തിനാണ് നടത്തുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഈ ഒരു SSLC ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രായപരിധിയില്ല. നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും, ആണായാലും പെണ്ണായാലും അല്ലെങ്കിൽ പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. കാരണം പലരും ചോദിക്കുന്നതാണ് ഇത് ബോയ്സിനോ അല്ലെങ്കിൽ മെൻസിനോ പറ്റുമോ എന്നുള്ളത്. പറ്റുന്നതാണ്. അതായത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, അത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള, അത് നിങ്ങൾ ഈ ഒരു ജെൻഡർ വ്യത്യാസമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂണിഫോം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിന് യൂണിഫോം ഉണ്ട്. GIFT ആണെങ്കിൽ അതായത് ഈ ഒരു ITIയിലെ യൂണിഫോം പോലെയാണ് അതിൻ്റെ യൂണിഫോം വരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് അപേക്ഷ ലോഗിൻ വഴി ഇനി പറയുന്ന വിഭാഗങ്ങൾക്ക് ലിങ്ക് ലഭ്യമാണ്. സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള അപേക്ഷ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി പ്രോഗ്രാം നടത്തുവാനായിട്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരം ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലെ സീറ്റുകളിലേക്കുള്ള അപേക്ഷ, അതുപോലെ തന്നെ
അപേക്ഷകർ ഉചിതമായിട്ടുള്ള ലിങ്കുകൾ തിരഞ്ഞെടുത്ത് അവരുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അതായത് ഒന്നാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള അപേക്ഷയാണ്. രണ്ടാമത്തേത് പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു സർക്കാർ അംഗീകൃതമായിട്ടുള്ള ആ ഒരു സ്ഥാപനങ്ങളുടെ ആ ഒരു ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷകർ ഉചിതമായിട്ടുള്ള ലിങ്കുകൾ തിരഞ്ഞെടുത്ത് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അപേക്ഷകൻ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് പ്രത്യേകം ഓപ്ഷനുകൾ അപേക്ഷയിൽ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി പ്രോഗ്രാം നടത്തുവാനായിട്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരം ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലെ സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ ഓരോ സ്ഥാപനങ്ങളിലേക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. ടി സ്ഥാപനങ്ങളിലെ സീറ്റുകളിലേക്കുള്ള അപേക്ഷകൾ പ്രവേശനത്തിൻ്റെ അവസാന തീയതി വരെ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകർക്ക് തങ്ങളുടെ ലോഗിനിലെ ഡാഷ്ബോർഡിൽ സമർപ്പിച്ച എല്ലാ അപേക്ഷകളും കാണാൻ കഴിയും. അതുപോലെ തന്നെ സമർപ്പിച്ച അപേക്ഷയിൽ ഏതെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ തൻ്റെ ലോഗിൻ വഴി അപേക്ഷന് ഓൺലൈനായിട്ട് തിരുത്തുവാൻ സാധിക്കുന്നതാണ്. പ്രോഗ്രാമിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. 1-2 വർഷങ്ങളിൽ കൺട്രോളർ ഓഫ് ടെക്സ്റ്റൈൽസ് എക്സാമിനേഷൻസ് പൊതുപരീക്ഷ നടത്തുന്നതാണ്. ഈ ഒരു 2 പൊതുപരീക്ഷകളും പാസ്സാകുന്നവർക്ക് കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻസ് അതായത് KGTE ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ 24 സീറ്റിലാണ് പ്രവേശനം നൽകുന്നത്. വ്യത്യസ്തമായിട്ടുള്ളത് താഴെ വിവരിക്കുന്നു. എറണാകുളം ജില്ലയിലെ തമ്മനം, ഞാറക്കൽ, തൃശ്ശൂർ, എറണാകുളം, വടക്കാഞ്ചേരി GFDകളിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ 2 ബാച്ച് 48 സീറ്റ് പ്രവേശനം നൽകുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ JFD നെടുമങ്ങാട് 2 ബാച്ച് 48 സീറ്റ് പ്രവേശനം നൽകുന്നതാണ്. അതുപോലെ സീറ്റുകളുടെ സംവരണം സാധാരണ രീതിയിൽ തന്നെ സംവരണം ചെയ്യുന്ന രീതിയിലാണ്. 50% ജനറൽ, അതുപോലെ തന്നെ ബാക്കിയുള്ളത് ആ ഒരു 50% വിവിധ വിഭാഗങ്ങളായിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ അത് പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്നതും ആയിരിക്കും. ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. SSLC തത്തുല്യ പരീക്ഷ എഴുതി ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവർക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധിയില്ല. നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് കറുത്ത കളർ പാൻസും ലാവണ്ടർ കളർ ഷർട്ടുമാണ്, അതായത് ITIയിലെ യൂണിഫോമാണ്. അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടികൾക്ക് കറുപ്പ് കളർ ഫോമൽ പാൻസും ലാവണ്ടർ കളർ ഷർട്ടും കറുപ്പ് കളർ ഓവർ കോട്ടും അടങ്ങുന്ന യൂണിഫോമാണ് ധരിക്കേണ്ടത്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളുണ്ട്. അതായത് പട്ടികജാതി, പട്ടികവർഗ, SC/BC, OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. അതുപോലെ തിരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ SSLCയുടെ ആ ഒരു മാർക്കിനെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവേശനം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സ്ഥാപനത്തിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രവേശന ദിവസം വിദ്യാർത്ഥി രക്ഷകർത്താവിനോടൊപ്പം നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ സ്ഥാപനത്തിൽ ഹാജരാവേണ്ടതാണ്. നിശ്ചിത ദിവസം പ്രവേശനത്തിന് ഹാജരാവാതെ പിന്നീട് പ്രവേശനത്തിന് പരിഗണിക്കുന്നതല്ല. പ്രവേശനത്തിന് വരുമ്പോൾ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവയോടൊപ്പം താഴെ സൂചിപ്പിക്കുന്ന പ്രമാണങ്ങളുടെ അസൽ ഹാജരാക്കേണ്ടതാണ്. അതായത് ജനനത്തീയതി തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യത അതായത് SSLC അല്ലെങ്കിൽ THSLC, തത്തുല്യ യോഗ്യത, മാർക്ക് ലിസ്റ്റ് ഓർ സർട്ടിഫിക്കറ്റ്. അതുപോലെ SC/BC വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SSLC അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റിനോടൊപ്പം അനുബന്ധം നിങ്ങളുടെ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ 8 ലക്ഷം രൂപയിൽ കവിയാതെ വരുമാന സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് കൂടി വേണം. അതുപോലെ SC/ST സംവരണം അവകാശപ്പെടുന്നതിന് തഹസിൽദാർ പുറപ്പെടുവിച്ച സാധുവായ ജാതി സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ തന്നെ SC/BC വിദ്യാർത്ഥികളിൽ അതായത് വ്യത്യസ്ത ജാതിയുള്ള ദമ്പതികൾക്ക് ജനിച്ച കുട്ടികൾ ആണെങ്കിൽ അവർക്ക് ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങിയത്, അല്ലെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ SSLC സർട്ടിഫിക്കറ്റിൽ വിദ്യാഭ്യാസ രേഖയിൽ ജാതി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയും അതുപോലെ തന്നെ സബ് രജിസ്ട്രാറോ തദ്ദേശ സ്ഥാപനമോ നൽകിയിട്ടുള്ള വിവാഹ സർട്ടിഫിക്കറ്റും ഒരു സത്യാമൂലവും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ 8 ലക്ഷം രൂപയിൽ കവിയാതെ വരുമാന സർട്ടിഫിക്കറ്റ്. അതുപോലെ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നുണ്ടെങ്കിൽ സംവരണത്തിന് പരിഗണിക്കുന്നതിന് റവന്യൂ ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിവാഹ സർട്ടിഫിക്കറ്റും തഹസിൽദാർ നൽകുന്ന കുട്ടിയുടെ പേരിലുള്ള ജാതി സർട്ടിഫിക്കറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അതായത് റവന്യൂ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവാഹ സർട്ടിഫിക്കറ്റും തഹസിൽദാർ നൽകുന്ന കുട്ടിയുടെ പേരിലുള്ള ജാതി സർട്ടിഫിക്കറ്റും. ഭിന്നശേഷി സംവരണം അവകാശപ്പെടുന്നതിന് മെഡിക്കൽ ബോർഡ് പുറപ്പെടുവിച്ച ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. യുദ്ധത്തിൽ മരണമടഞ്ഞ ജവാന്മാരുടെ വിധവകൾ ആയത് തെളിയിക്കാനായിട്ട് ബന്ധപ്പെട്ട മിലിറ്ററി അല്ലെങ്കിൽ ജില്ലാ സൈനിക് വെൽഫെയർ സമാന അധികാരമുള്ള ഉദ്യോഗസ്ഥർ നൽകിയ സർട്ടിഫിക്കറ്റ്. EW സംവരണം അവകാശപ്പെടുന്നതിന് വില്ലേജ് ഓഫീസറിൽ നിന്നും നൽകിയ EW സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ. ഇത്രയുമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ, അത് ഗവൺമെൻറ് GFTകളാണെങ്കിൽ അവിടെ ഫീസ് കുറവായിരിക്കും. പ്രവേശനത്തിന് താഴെ പറയുന്ന പ്രകാരം ഫീസ് അടക്കണം. അപ്പോൾ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് 145 രൂപയാണ്. അതുപോലെ 220 രൂപ സ്പെഷ്യൽ ഫീസ്, റവന്യൂ വിഭാഗം 145, PD വിഭാഗം
75, കരുതൽ നിക്ഷേപം 300, അങ്ങനെ ടോട്ടൽ ഒരു 1000 രൂപക്കുള്ളിൽ മാത്രമാണ് ഈ ഒരു ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ വരിക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈവറ്റ് ആണെങ്കിൽ 125 രൂപയാണ് പ്രവേശന ഫീസ്. ട്യൂഷൻ ഫീസ് വർഷം തോറും 15,000 രൂപയാണ്. പെർമനൻറ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ഫീസ് 275 രൂപയാണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ പ്രത്യേകം നിങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതല്ല. അപൂർണമായ അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ് എന്നുള്ളതും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാം, അതുപോലെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും. അതുപോലെ തന്നെ ഡിസൈൻസ്, അതുപോലെ എംബ്രോയിഡറി, അതുപോലെ തന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളത് എന്നത് കൃത്യമായിട്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ്മെൻറ്റ് സ്കിൽസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഫാഷൻ ഡിസൈനിങ്, അതുപോലെ ഇൻഡസ്ട്രി ഇൻറ്റേൺഷിപ്പ്, അതുപോലെയുള്ള വസ്ത്ര രൂപകൽപ്പന, നിർമ്മാണം, അലങ്കാരം, അതുപോലെ തന്നെ വിൽപ്പന, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ്, അതായത് വസ്ത്രത്തിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ്, അതായത് വസ്ത്രം ഡിസൈൻ ചെയ്ത് വിൽക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ എങ്ങനെ ഒരു വസ്ത്രം ഡിസൈൻ ചെയ്യണം എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും, അതായത് ഈ ഒരു ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വഴി പഠിക്കാൻ സാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്കൊരു സംരംഭവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ തുടങ്ങാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു ജൂലൈ 10-ാം തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം FDGT എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് FDGT അഡ്മിഷൻ 2025-26 ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ പ്രവേശിക്കാവുന്നതും പിന്നീട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.